കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒഡീഷയിൽ മിന്നുന്ന വിജയമാണ് നേടിയത്. ബിജെഡി എന്ന പ്രാദേശിക പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മിന്നുന്ന വിജയം. കുറെ കാലം ബിജെഡിയുടെ പിൻബലത്തിലായിരുന്നു ബിജെപി അവിടെ ജയിച്ചിരുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൌപതി മുർമു അടക്കമുള്ളവർ ബിജെപി ബന്ധത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന പ്രതീകമാണ്. അവർ ഒഡീഷയിൽ മന്ത്രിയായിരുന്നു. ബിജെപിയുടെ ഒരു സ്ഥിരം സ്വഭാവമുണ്ട്. അവർ ആരുമായി ഏത് പ്രാദേശിക പാർട്ടിയുമായി കൂട്ടുകൂടുന്നോ ആ പ്രാദേശിക പാർട്ടികളെ തകർത്ത് തരിപ്പണമാക്കും. അതുപോലൊരു തകർച്ചയാണ് ബിജെഡിക്ക് സംഭവിച്ചത്. ബിജെഡിയിലെ എല്ലാമെല്ലാമായ നവീൻ പട്നായിക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഒഡീഷ പിടിക്കാൻ ബിജെപി പലതരത്തിലുള്ള മാർഗങ്ങൾ നടത്തി. നവീൻ പട്നായിക്കിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹത്തിനെ കൊണ്ട് ഇനി ഭരിക്കാൻ പറ്റില്ലെന്നും ഒക്കെയായിരുന്നു പ്രചരണം. ആ പ്രചരണത്തിൽ ഒഡീഷക്കാർ വീഴുകയും ബിജെപി ജയിച്ചു കയറുകയും ചെയ്തു. ഇപ്പോ നവീൻ പട്നായിക് പ്രതിപക്ഷ നേതാവാണ്. തനിക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ബിജെഡിയിൽ നിന്ന് നിരവധി നേതാക്കൾ ബിജെപിയിലേക്ക് ചേക്കേറുകയും എംഎൽഎമാരാകുകയും ചെയ്തു. അവരെയൊക്കെ തിരികെ ബിജെഡിയിലേക്ക് എത്തിക്കാൻ നവീൻ പട്നായിക് ശ്രമം തുടങ്ങിയിരിക്കുന്നു. നവീൻ പട്നായിക്കിന് പിന്നിൽ കോൺഗ്രസിന്റെ സപ്പോർട്ടുമുണ്ട്. നവീൻ പട്നായിക് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ബിജെപിക്ക് കൈ കൊടുത്താനുണ്ടാകുന്ന അബദ്ധം. അവർ വിഴുങ്ങിക്കളയും പ്രാദേശിക പാർട്ടികളെ. അതാണ് അവരുടെ രീതി. അതിന് ഒരു എത്തിക്സും അവർ പാലിക്കില്ല. അതിന് ഒരു രാഷ്ട്രീയ മര്യാദയുമില്ല. അവർ വിഴുങ്ങും. അങ്ങനെ ബിജെഡിയെ വിഴുങ്ങിയിരിക്കുന്നു. വിഴുങ്ങിയ ശേഷമാണ് അവർ കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയത്. ഇനി ബിജെഡിയുടെ ആവശ്യം അവർക്ക് വേണ്ട. നവീൻ പട്നായിക്കിനെ പറ്റി പല വിധത്തിലുള്ള കിംവദന്തികളായിരുന്നു പരന്നിരുന്നത്. ആരോഗ്യക്കുറവുണ്ട്, ഓർമ്മക്കുറവുണ്ട്, ഏത് നിമിഷവും മരിച്ചു പോകും എന്നൊക്കെയുള്ള പ്രചരണമായിരുന്നു ബിജെപി നടത്തിയത്. അതിന് തിരിച്ചടിയായി നവീൻ പട്നായിക് പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, രാജ്യസഭയിൽ ബിജെപിയുടെ ബില്ലുകളൊന്നും ഇനി പിന്തുണയ്ക്കില്ല. രാജ്യസഭയിൽ ഇനി ബില്ലുകൾ പാസാക്കാൻ ബിജെപിക്ക് കഴിയില്ല. രാജ്യസഭയിൽ തങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരക്കും. മാത്രമല്ല തനിക്കൊരു ആരോഗ്യ പ്രശ്നവുമില്ലെന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ബിജെപി 5 കൊല്ലം ഒഡീഷയിൽ തേക്കില്ല. തന്റെ പാർട്ടിയിൽ നിന്ന് ബിജെപിയിലേക്ക് പോയ എംഎൽഎമാരെ തിരിച്ചു കൊണ്ടുവരാൻ തനിക്കറിയാം. ആ പണി താൻ കൊടുത്തിരിക്കും. ചുരുക്കത്തിൽ ഒഡീഷയിലെ ബിജെപി സർക്കാർ മിന്നുന്ന വിജയം നേടി അധികാരത്തിൽ വന്ന ബിജെപി സർക്കാർ ഒന്ന് ആടുകയാണ്. ആടി ഉലയുകയാണെന്ന് വേണമെങ്കിലും പറയാം. കോൺഗ്രസ് ബിജെഡിക്ക് എല്ലാ പിന്തുണയും നൽകി. ബിജെപി എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. അതാണ് അതിന്റെ മറ്റൊരു വശം. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഒഡീഷയിൽ ബിജെഡിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മോദി അവിടെ അധികാരം നേടിക്കൊടുത്തു തന്റെ പാർട്ടിക്ക്. ബിജെപി അധികാരത്തിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോ നവീൻ പട്നായിക് മുറിവേറ്റ സിംഹമായി മാറിയിരിക്കുന്നു. ആ വന്ധ്യ വയോധകന് ഇനിയും ഒരു യുദ്ധത്തിന് അംഗമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ ഒരൊറ്റ ബില്ല് പോലും ബിജെപി പാസാക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു നവീൻ പട്നായിക്. മറുവശത്ത് കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് ബിജെപി സർക്കാരിന് താഴെയിടാനുള്ള ശ്രമത്തിന് പടയോട്ടം തുടങ്ങിയിരിക്കുന്നു നവീൻ പട്നായിക്.